ഖത്തറിലെ തങ്കലിപികളാൽ എഴുതപ്പെട്ട ചരിത്ര രാത്രിക്ക് ശേഷം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും സുന്ദരമായ പ്രണയകഥ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയെന്നാണ് പലരും കരുതിയത്. എന്നാൽ അവിടെ നിന്നാണ് ലയണൽ ആൻഡ്രസ് മെസ്സി എന്ന ഇതിഹാസത്തിന്റെ കരിയറിലെ ഏറ്റവും കാവ്യാത്മകവും അത്ഭുതകരവുമായ അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. വളർച്ചാ ഹോർമോണിന്റെ കുറവിന് ചികിത്സ തേടി കേവലം 13-ാം വയസ്സിൽ അത്ലറ്റിക് സമുദ്രം കടന്ന് സ്പെയിനിലേക്ക് വണ്ടി കയറിയ ആ മെലിഞ്ഞുണങ്ങിയ പയ്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ സകല സിംഹാസനങ്ങളും കീഴടക്കി ഇന്ന് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വെറുമൊരു താരമായല്ല, ലോകം കീഴടക്കിയ രാജാവെന്ന അതിഭീകരമായ പെരുമയോടെ. 2023 ഫ്രഞ്ച് ക്ലബായ PSG വിട്ട് മെസ്സി അമേരിക്കയിലെ ഇന്റർ മിയാമി ക്ലബിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചപ്പോൾ അത് ഫുട്ബോൾ ലോകത്തെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഭൂരിഭാഗം ഫുട്ബോൾ നിരീക്ഷകരും കരുതിയത് അത് വിരമിക്കലിന് മുന്നോടിയായുള്ള ഒരു വിശ്രമയാത്ര മാത്രമാണെന്നാണ്. പ്രായമാകുന്ന സൂപ്പർ താരങ്ങൾക്ക് കരിയറിന്റെ അവസാന കാലം പണക്കൊഴുപ്പിൽ ആസ്വദിക്കാൻ പറ്റിയ താവളമായിട്ടാണ് പണ്ട് മുതലേ മേജർ ലീഗ് സോക്കർ അറിയപ്പെട്ടിരുന്നത്. ഫുട്ബോളിന്റെ കറുത്തമുത്ത് പെലെയും ഇംഗ്ലീഷ് ഇതിഹാസം ഡേവിഡ് ബെക്കാമും തങ്ങളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയത് ഈ മണ്ണിലേക്കായിരുന്നു. എന്നാൽ മെസ്സിയുടെ വരവ് ചരിത്രത്തെ തിരുത്തിക്കുറിച്ചു. കരിയറിന്റെ തിളക്കം മങ്ങി ആശ്വാസം തേടി അലയുന്ന ഒരു താരമായിട്ടല്ല മെസ്സി അമേരിക്കയിൽ എത്തിയത്, മറിച്ച് ലോകം കീഴടക്കിയ ഒരൊറ്റ സിംഹമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ച മാറ്റങ്ങൾ സമാനതകൾ ഇല്ലാത്തതുമായിരുന്നു. മെസ്സിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞതോടെ മേജർ ലീഗ് സോക്കർ ഒരു രണ്ടാം നിര ലീഗ് അല്ലാതായി മാറി. ആഗോള മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അമേരിക്കൻ സ്റ്റേഡിയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഫുട്ബോൾ അല്ലെങ്കിൽ സോക്കർ എന്താണെന്ന് വലിയ ധാരണയില്ലാത്ത നഗരങ്ങളിൽ പോലും ഇന്റർ മിയാമിയുടെ പിങ്ക് ജേഴ്സി ധരിച്ച ലക്ഷക്കണക്കിന് കുട്ടികൾ മെസ്സിയുടെ പേര് വിളിച്ച് തെരുവിലിറങ്ങി. പരമ്പരാഗതമായി ബാസ്കറ്റ്ബോളിലും ബേസ്ബോളിലും പിന്നിലായിരുന്ന ഫുട്ബോളിന് അമേരിക്കയിൽ പുതിയൊരു ജനപ്രീതി കൈവന്നു. ഹോളിവുഡ് താരങ്ങളും പ്രമുഖ കായിക പ്രതിഭകളും ഉന്നത വ്യക്തികളും മെസ്സിയുടെ കളി നേരിട്ട് കാണാൻ ടച്ച് ലൈനുകളിൽ വരിവരിയായി നിന്നു. സ്റ്റേഡിയങ്ങൾ ഓരോ മത്സരത്തിലും പുനർജനിക്കുകയായിരുന്നു. അടുത്ത വലിയ ആഗോള ടൂർണമെന്റുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഒരു ഭൂഖണ്ഡത്തിലേക്ക് ഈ യുഗത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ കൃത്യമായ സമയത്ത് എത്തിച്ചേർന്നത് ഫിഫയ്ക്ക് പോലും എഴുതാൻ കഴിയാത്ത അത്രയും മനോഹരമായൊരു തിരക്കഥയായിരുന്നു. പതിറ്റാണ്ടുകളായി അമേരിക്ക വലിയ പണം മുടക്കി ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച ഫുട്ബോൾ പ്രൗഢി മെസ്സി തന്റെ സാന്നിധ്യം കൊണ്ട് ഒറ്റ നിമിഷത്തിൽ അവിടെ യാഥാർത്ഥ്യമാക്കി. ഖത്തറിലെ വിജയത്തെ മെസ്സിയുടെ നിലവിലെ കരിയറുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ നൂൽ അദ്ദേഹത്തിന്റെ കരിയർ ഇനി ഒരിക്കലും അർജന്റീനയുടെ പഴയകാല വേദനകളെ ഓർമ്മിപ്പിക്കുന്നില്ല എന്നതാണ്. അർജന്റീനൻ ജേഴ്സിയിൽ മെസ്സിയുടെ ഭൂരിഭാഗ സമയം ഒരു തീരാമോഹത്തിന്റെയും ഭാരത്തിന്റെയും പ്രതീകമായിരുന്നു. ഓരോ ടൂർണമെന്റിലെ പരാജയം മെസ്സിയെ മാത്രമല്ല, ആ രാജ്യത്തിന്റെ വേദനകളെയും ആഴത്തിലാഴ്ത്തി. 2014 ലോകകപ്പ് ഫൈനലിലെ നഷ്ടവും അതിന് പിന്നാലെ വന്ന തുടർച്ചയായ കോപ്പ അമേരിക്ക പരാജയങ്ങളും മെസ്സിയെ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും സങ്കടമുള്ള പ്രതിഭയാക്കി മാറ്റിയിരുന്നു. പരാജയങ്ങളുടെ ഭാരം താങ്ങാനാവാതെ 2016 അദ്ദേഹം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും താൽക്കാലികമായി വിരമിച്ചപ്പോൾ അത് നിരന്തരം തളർന്നുപോയൊരു രാജ്യത്തിന്റെ പ്രതീകാത്മകമായ അവസ്ഥയായിരുന്നു. ലയണൽ മെസ്സി എന്ന വ്യക്തിക്ക് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാനാകുന്നില്ല എന്ന ആക്ഷേപം വലിയൊരു മാനസിക സമ്മർദ്ദമായി അദ്ദേഹത്തിന് മേലുണ്ടായിരുന്നു. എന്നാൽ ആ കറുത്ത നാളുകളെല്ലാം ഇന്ന് ചരിത്രത്തിന്റെ ഭാഗം മാത്രമാണ്. ലയണൽ സ്കലോണി എന്ന തന്ത്രജ്ഞനായ മുഖ്യ പരിശീലകന്റെ വരവോടെയാണ് അർജന്റീനയുടെ കളിശൈലിയിലും ചിന്താഗതിയിലും വലിയ മാറ്റങ്ങൾ വന്നത്. ആ ടീം പഴയ തോൽവികളെ ഓർത്ത് സങ്കടപ്പെടുന്നത് അവസാനിച്ചു. വൈകാരികമായി കൂടുതൽ ലളിതവും തന്ത്രപരമായി വ്യക്തതയുള്ളതുമായി മാറി. ഏറ്റവും പ്രധാനമായി അവർ മെസ്സിയുടെ അത്ഭുത പ്രവർത്തികളെ മാത്രം ആശ്രയിക്കുന്നത് നിർത്തി. യുവതാരങ്ങൾ മെസ്സിയെ ദൂരെ നിന്നും ആരാധിക്കുന്നത് അവസാനിപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് പോരാടാൻ തുടങ്ങി. ഈ മാറ്റം മെസ്സിക്ക് വലിയ രീതിയിൽ സഹായകരമായി. ഒരു തെരുവ് പോരാളിയെ പോലെ പ്രതിരോധിക്കാതെ നിരന്തരം ഞെരുക്കി കളിച്ചുകൊണ്ട് മെസ്സിയുടെ ശാരീരിക അധ്വാനം കുറച്ചു. റോഡ്രിഗോ ഡി പോൾ മൈതാനത്ത് മെസ്സിയുടെ ബോഡി ഗാർഡും വൈകാരികമായ കരുത്തുമായി മാറി. അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. എൽസോ ഫെർണാണ്ടസ് മധ്യനിരയിൽ കളി മെനയുകയും ചടുലതയും പുതിയ തന്ത്രങ്ങളും കൊണ്ടുവരികയും ചെയ്തു. എമിലിയാനോ മാർട്ടിനസ് ഗോൾ വലയ്ക്ക് മുന്നിൽ വന്യമായ ഊർജ്ജവും കടുത്ത ആത്മവിശ്വാസവും പകർന്നു നൽകി. ചരിത്രത്തിന്റെ ഒരു സ്മാരകമായി അവശേഷിക്കുന്നതിന് പകരം ആദ്യമായി അർജന്റീന എല്ലാ അർത്ഥത്തിലും ഒരു ആധുനിക ഫുട്ബോൾ സംഘമായി മാറി. ടീമിനൊപ്പം മെസ്സിക്കും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു കാലത്ത് മിഡ്ഫീൽഡ് ഒന്നടങ്കം തകർത്ത് മുന്നേറിയുന്ന പന്തുമായി എതിരാളികളുടെ പ്രതിരോധ കോട്ടകൾ ഭേദിച്ചിരുന്ന ആ സ്ഫോടനാത്മക ട്രിബ്ലർ മത്സരത്തിന്റെ ഓരോ സെക്കൻഡിലും ഒരേപോലെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിർത്തി. പ്രായത്തെ ബുദ്ധിപരമായി നേരിടാൻ മെസ്സി പഠിച്ചു. ഇപ്പോൾ അദ്ദേഹം കൃത്യമായ നിമിഷങ്ങളിൽ മാത്രം മത്സരത്തിന്റെ ഗതി തിരിച്ചുവിടുന്നു. കളിയിലെ ഒരു ചെറിയ ഇടവേള, ആരും അറിയാതെയുള്ള ഒരു പാസ്, ഒരു ത്രൂ ബോളിംഗ് തൊട്ടു മുമ്പുള്ള ആ മൂർച്ചയുടെ നേട്ടം, ഈ പരിണാമമാണ് ഭാവിയിലെ വലിയ വേദികളിലും മെസ്സി അത്ഭുതങ്ങൾ കാട്ടുമെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം. ഒരുപക്ഷെ കരിയറിന്റെ ഈ ഘട്ടത്തിലെ ഏറ്റവും മികച്ച കായികക്ഷമതയുള്ള താരമായിരിക്കില്ല മെസ്സി, എന്നാൽ ലോകത്തിലെ ഏറ്റവും മൂർച്ചയുള്ള ബുദ്ധിയുള്ള കളിക്കാരൻ അദ്ദേഹം തന്നെയായിരിക്കും. മൈതാനത്തെ അദ്ദേഹത്തിന്റെ ഓരോ ചലനവും വർഷങ്ങളുടെ അനുഭവ സമ്പത്തിൽ നിന്നും രൂപപ്പെട്ട കൃത്യതയാർന്ന ജാമിതീയ സമവാക്യങ്ങളാണ്.